മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മുത്തശ്ശിയുടെ റൂമിലേക്ക് അലീന ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് സന്തോഷം നിറഞ്ഞ ഒരു കാഴ്ചയാണ്. അതായത് നമ്മുടെ മുത്തശ്ശി ആരുടെയും സഹായമില്ലാതെ തനിയെ എണീച്ചിരിക്കുന്നു. അലീനയുടെ പരിചരണം ഒന്നുകൊണ്ട് മാത്രമാണ് മുത്തശ്ശിക്ക് ഇത്രയും വലിയ മാറ്റം ഉണ്ടായത്. അത് ഗംഗാധരനോടും മുത്തശ്ശി പറയുന്നല്ലോ, അലീന എന്ന് പറയുന്ന പെൺകുട്ടി ഇല്ലായിരുന്നെങ്കിൽ എന്നേ ഞാൻ മണ്ണടിഞ്ഞേനെ എന്ന്. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് സന്തോഷത്തോടെ ചെന്നിരിക്കുന്ന അലീന സ്നേഹത്തോടെ പഴയ കാര്യങ്ങളൊക്കെ തിരക്കുന്നു. അതായത് വൈജയന്തിക്ക് പണ്ട് ഒരു പ്രേമബന്ധം ഉണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. ആഗ്രയിൽ ഒരു പട്ടാളക്കാരനും കണ്ട അവനുമായിട്ട് അടുപ്പത്തിലായിരുന്നു. മാത്രമല്ല ഗംഗാധരനോടൊപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്ന പട്ടാളക്കാരനാണെന്നും കൂടി പറയുമ്പം അവൾക്ക് എന്തോ ഒരു പ്രതീക്ഷ, ചിലപ്പം കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും തൻ്റെ അച്ഛനെയും. അതേസമയം വൈജയന്തിക്ക് യാതൊരു സമാധാനവുമില്ല. ബാലേന്ദ്രൻ്റെ ഈ സ്വഭാവത്തിലെ മാറ്റമാണ് അവളെ വല്ലാതെ വിഷമിപ്പിക്കുന്നത്. കൃഷ്ണമോളെയും ബബിതയും സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മുടെ മനുവായിട്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട് വൈജയന്തി. ശേഷം ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നതും അവിടെ ഒരു അലാറമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ബാലേന്ദ്രന് എന്തെങ്കിലും വയ്യായ്ക തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ അലാറം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വൈജയന്തി വരുമ്പോഴാണ് കൂടുതലും അത് ഉപയോഗിക്കുന്നത് ബാലേന്ദ്രൻ. വൈജയന്തി ആ റൂമിലേക്ക് കയറുന്നത് പോലും അയാൾക്ക് ഇഷ്ടമല്ല. നീ എന്തിനീ റൂമിൽ വന്ന്? നീ കൊല്ലപ്പള്ളി പോയി ഒരു വാഴക്കൊല വെട്ടി വർക്കറെ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയിട് എന്നൊക്കെ പറയുന്നുണ്ട് കളിയാക്കിക്കൊണ്ട്. ശേഷം കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രൻ താഴേക്ക് നോക്കുമ്പം കാണുന്നത് വൈജയന്തി നിർത്തിപ്പൊരിക്കുന്നുണ്ട് നമ്മുടെ അലീനയെ. അത് കണ്ട് ദേഷ്യത്തോടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീനയെ വെറുക്കുന്ന ആരും ഇങ്ങോട്ടേക്കും കയറി വരണ്ടെന്ന്. അലീനയുടെ ശത്രു എൻ്റെ ശത്രു ആയിരിക്കും എന്നൊക്കെ പറയുന്നു. ശേഷം അലാറ ഉച്ച കേട്ട് മനു പറയുന്നുണ്ട് അംഗം തുടങ്ങി. അതായത് വൈജയന്തി റൂമിലേക്ക് ചെല്ലുമ്പം ബാലേന്ദ്രൻ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം വലിച്ചു വാരി എറിയുന്നു. കൃഷ്ണമോളും ബബിതയും എല്ലാവരും പിടിച്ച് സമാധാനിപ്പിക്കുന്നു. എങ്കിലും വൈജയന്തിക്കും വല്ലാത്ത ദേഷ്യം വരുന്നു. ബബിതയാണെങ്കിൽ വൈജയന്തി പിടിച്ച് തടഞ്ഞു മാറ്റുമ്പോഴത്തേക്കും വൈജയന്തി കൈ തട്ടി മാറ്റിയിട്ട് നമ്മുടെ അലീനയുടെ കവിളത്തേക്ക് ആഞ്ഞു വീശി അടിക്കുന്നു. ബാലേന്ദ്രൻ തന്നെ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരി അലീനയാണെന്നും അലീന എന്തോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചേക്കുന്നതിൻ്റെ പേരിനാണ് തന്നെ ഇങ്ങനെ ഒഴിവാക്കി വിടുന്നേ എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടാണ് വൈജയന്തിയുടെ ഈ ക്രൂരത. അലീനയെ അടിച്ച ആ സംഭവം ഗംഗാധരനും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഗംഗാധരനും മാലതിക്കും അറിയാം അലീന വൈജയന്തിയുടെ മകളാണെന്നുള്ള കാര്യം. അച്ഛൻ തന്നെയാണ് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇതിൻ്റെ പിന്നിൽ നടന്ന എല്ലാ രഹസ്യങ്ങളും അവർക്ക് മനസ്സിലായി. അലീനയെ അടിച്ചതിൻ്റെ ദേഷ്യത്തിന് ഗംഗാധരൻ വൈജയന്തിയുടെ കവളത്തേക്ക് ആഞ്ഞടിക്കുന്നുണ്ട്. നിൻ്റെ ആഗ്രയിലെ കഥകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ മക്കൾ പോലും മീനച്ചലാറ്റിൽ തള്ളിക്കളയും, അത് നീ മറക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്കും വൈജയന്തി ആകെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. ബാലേന്ദ്രൻ അവോയ്ഡ് ചെയ്യുന്നു. അലീനയുടെ പേര് ഇപ്പം സ്വന്തം സഹോദരൻ പോലും തന്നെ തല്ലി എന്നുള്ള ദേഷ്യമാണ് അവളെ അലട്ടുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീന പോകാൻ റെഡിയായിട്ട് നിൽക്കുമ്പോൾ എത്രയാ പൈസയെന്ന് കണക്ക് കൂട്ടി പറയുന്നുണ്ട് വൈജയന്തി. കണക്ക് പറഞ്ഞാൽ എൻ്റെ കണക്ക് തീർക്കാൻ ഈ ജന്മം മേഡത്തിനാകത്തില്ല എന്നൊരു ഡബിൾ മീനിങ്ങിൽ അലീന പറയുന്നു. പക്ഷേ ഇതൊന്നും വൈജയന്തിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ആരും സത്യമൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. മറ്റു സീരിയലുകളെ പോലെ കഥ ഒരുപാട് വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അധികം താമസിക്കാതെ വൈജയന്തി അലീന തൻ്റെ മകളാണെന്നുള്ള സത്യം തിരിച്ചറിയുമായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.